പ്രശാന്തേട്ട, യുദ്ധം ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കും, അതായത് ദൈവകോപം ഉണ്ടാവും, യുദ്ധം ചെയ്യണം എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയുണ്ടോ? ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അമേരിക്ക പെട്ടു. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് കൊടുക്കുമ്പോഴും അമേരിക്കയ്ക്ക് യുദ്ധത്തോട് താല്പര്യമില്ല. കാരണം ഇതിനകത്ത് അറബി രാജ്യങ്ങളുടെ ഒരു താല്പര്യമില്ലായ്മയുണ്ട്. മാത്രമല്ല, ഈ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഈ അറബി രാജ്യങ്ങളിലേക്ക് കൂടെ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ വ്യാപാരത്തെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയൊക്കെ അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അമേരിക്ക മാക്സിമം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഇറാനുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള കോംപ്രമൈസിന് വേണ്ടി ഇസ്രായേൽ സംസാരിക്കുന്നു. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഈ സഖ്യരാജ്യമായിട്ട് നിൽക്കുന്ന തുർക്കിയുണ്ട്, ഖത്തറുണ്ട്, അല്ലെങ്കിൽ സൗദി ഉണ്ട്. ഇവരെല്ലാം തുർക്കിയൊക്കെ ഈ ഇറാനുമായിട്ട് രഹസ്യമായിട്ട് സഹായിക്കാൻ തയ്യാറായി നിൽക്കുക. പക്ഷേ എന്നാലും അമേരിക്ക പറയുന്നത് കേട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഈ ഹമാസ് നേതാവെന്ന് പറഞ്ഞാൽ ഇയാളൊരു പൊതുസമ്മതനായിരുന്നു. കാരണം ഇവരുടെ നേതാക്കന്മാരുമായിട്ടെല്ലാം ബന്ധമുള്ള ഒരു ആളായിരുന്നല്ലോ. ഇപ്പം കൊല്ലപ്പെട്ട ഹനി. കാരണം ഈ തുർക്കിയായാലും ഖത്തറായാലും മറ്റ് രാജ്യങ്ങളുടെ എല്ലാം നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളായിരുന്നു. ഇയാളെന്നാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ബുദ്ധിശാലിയായ ക്രൂരനായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ ഉപയോഗിച്ച രാജ്യം ഈ ഇറാഖ് ആയത്. എന്താണ് ഇറാൻ ആയത് എന്ന് വെച്ച് കഴിഞ്ഞ് തുർക്കിയിൽ വെച്ച് കൊല്ലാൻ പറ്റത്തില്ല, സൗദി വെച്ച് കൊല്ലാൻ പറ്റത്തില്ല, ഖത്തറിൽ വെച്ച് കൊല്ലാൻ പറ്റത്തില്ല. എവിടെ വെച്ച് കൊന്നാലും അമേരിക്കയുടെ അല്ലെങ്കിൽ സഖ്യ രാജ്യങ്ങളാണല്ലോ. അപ്പം അത് ആ രാജ്യത്തിന് ക്ഷീണം ഉണ്ടാക്കുമ്പോൾ അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ധാരണയാണ്. പക്ഷേ ഇവിടെ വെച്ചാവുമ്പോൾ ആരും ചോദിക്കാനില്ല, അമേരിക്കയുടെ ശത്രുരാജ്യമാണല്ലോ ഇറാൻ. അപ്പോൾ ഇറാനെ വെച്ച് കൊല്ലുന്നു. പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്നതാണ്, ഇതിനു മുമ്പും പല കൊലപാതകങ്ങളും ഇറാനിൽ നടന്നിട്ടുണ്ടല്ലോ. നമുക്കറിയാം, അവിടുത്തെ സൈനിക മേധാവിയെ കൊന്നു, അതിനു മുമ്പ് വേറെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു. സൈനിക മേധാവിയെ കൊന്നതും മൊസാദും അമേരിക്കയാണെന്നുള്ള കാര്യം എന്നിട്ടൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർക്കിടെ പ്രസ്റ്റീജ് വിഷയമാണ്. ഇവർ വലിയ രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിന് ക്ഷണിച്ചാൽ ഒരു ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കുക. ഹോട്ടലിൽ ഹോട്ടൽ ഏതാണ്ട് കണ്ടുപിടിച്ച് 2 ആഴ്ച മുമ്പേ അവിടെ ബോംബ് വെച്ചിട്ട്, എന്തൊരു വിദഗ്ധമായിട്ടാണ്, 2 ആഴ്ച മുമ്പേ അവിടെ ബോംബ് വെച്ചിട്ട് പോയി കൊന്നു. ആ ബോംബ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്റലിജൻസ് സംവിധാനം എത്ര പരാജയം. ഹമാസ് ഇവരുടെ ഈ മൊസാദിന്റെ ഒരു കഴിവ് അതാണ്, നമ്മൾ വിചാരിക്കുന്ന റേഞ്ചല്ല. എവിടെ കൊണ്ട് അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഭയന്നിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ട്. ഈ വേറെ നേതാവുണ്ട് ഹമാസിന്റെ, ഇപ്പം ഒളിച്ചും പാത്തിരിക്കുന്നത്, വെളിയിൽ പോലും ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം അമേരിക്കയ്ക്ക് തലവേദനയായി. അപ്പം ഇദ്ദേഹം ഇപ്പോഴത്തെ പരമാധികാരി ഉണ്ടല്ലോ, ഇറാന്റെ പരമാധികാരി, അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയി. കാരണം നല്ല പ്രായമുണ്ട്. അധികം താമസിയാതെ പ്രായാധിക്യം കൊണ്ട് മരിച്ചു പോകാം, അല്ലെങ്കിൽ സ്വയം ഒഴിയാം. അവിടെ മരിച്ചു പോയതിന് ശേഷമാണ് പുതിയ ആൾ വരുന്നത്, ഇവരുടെ ഒരു നിയമം അനുസരിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എങ്ങനെയായാലും മരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കയറി അടിച്ചിട്ട് ഇസ്രായേലിനെ കയറി അടിച്ചാൽ ഇറാൻ്റെ കാര്യം ഗതികേടിലാവും എന്നുള്ള കാര്യം ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നുണ്ട്. ഇവിടുത്തെ പുതിയ പ്രസിഡന്റ് അടിക്കാൻ പാടില്ല, അത് നമ്മളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷീണം ഉണ്ടാവും. കാരണം ഇസ്രായേലിനെ കയറി അടിക്കാം, ഇസ്രായേലിൻ്റെ കൂടെ ഈ ആരൊക്കെ സഹായിക്കാൻ കാണുമെന്നുള്ള കാര്യമൊന്നും പറയാനൊക്കെ. തുർക്കി രഹസ്യമായിട്ട് സഹായിക്കും. പിന്നെ ഇപ്പോൾ ഈ വിമത ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിപ്പോൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അവർ ഇപ്പം അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ അമേരിക്കയ്ക്ക് ഈ യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ സഹായിക്കാതിരിക്കാനും പറ്റത്തില്ല. ഈ ഹമാസ് നേതാവിനെ വധിച്ചതിനകത്ത് അറബി രാജ്യങ്ങൾക്ക് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും രഹസ്യമായിട്ട് അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ യുദ്ധമുണ്ടായി ഇസ്രായേലിനെ തീർത്ത് അമേരിക്ക സഹായിക്കുന്നവരെ രീതിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഈ സഖ്യകക്ഷികൾ നാളെ മറ്റ് രാജ്യങ്ങളുമായിട്ട് അടുക്കാനോ അല്ലെങ്കിൽ അവരുടെ വ്യാപാര ബന്ധത്തിന് കോട്ടം വരാനോ അമേരിക്കയുടെ ഉള്ള ബിസിനസ്സുകളും അല്ലെങ്കിൽ നിലനിൽപ്പിനുമൊക്കെ അവർ ബിസിനസ് ചെയ്തും അല്ലെങ്കിൽ ആയുധക്കച്ചവടം ചെയ്തും മറ്റ് രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചുമൊക്കെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള സംശയമാണ്. നമ്മൾ ചൈനയുമായിട്ട് വേണമെങ്കിൽ രാജ്യങ്ങൾക്ക് എടുക്കാം, റഷ്യയുമായിട്ട് എടുക്കാം. റഷ്യക്ക് ഇപ്പം ശകലം ബുദ്ധിമുട്ടായി നിൽക്കുകയാണെങ്കിൽ റഷ്യയുമായിട്ട് എടുക്കാം. ഇതിനൊക്കെ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ ഉത്തര കൊറിയുണ്ട്. ഉത്തര കൊറിയ ഇവരെ ആരുമായിട്ടും ഇല്ലല്ലോ. അമേരിക്കയുടെ കൊണ്ട് വേണമെങ്കിൽ മിസൈൽ തൊടുത്ത് വെച്ചേക്കും, കാരണം ഒന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് യുദ്ധം നടത്തിയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അറബി രാജ്യങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പറച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അറബി രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് എന്നും
ദോഷമുള്ള രാജ്യമാണ്. ആ രാജ്യം ഒരിക്കലും മുസ്ലിം രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ടൊരു കാര്യം ചെയ്തില്ല, മുസ്ലിം നശീകരണത്തിന് വേണ്ടി നിൽക്കുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞു പോയ ഒരു പ്രസ്താവനയുണ്ട്. അപ്പം ഈ പുതിയ ഇദ്ദേഹത്തിൻ്റെ പറച്ചിലനുസരിച്ച് യാതൊരു കാരണവശാലും യുദ്ധം മാറ്റിവെച്ച് പോകാൻ സാധ്യത, യുദ്ധം ചെയ്തേ മതിയാവും. കാരണം അവസാന വാക്കാണ് യുദ്ധം ചെയ്താൽ എന്താകും എന്നുള്ളത് ചിന്തിക്കണ്ടേ? അല്ല, യുദ്ധം ചെയ്താൽ പറയാൻ ഒരാളെ ഇവനെ അടിച്ചേ പറ്റൂ, അപ്പോൾ അതിനുള്ള ശേഷിയും കൂടെ നമുക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? അവൻ്റെ നിന്ന് 4 അടി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഒരടി കൊടുക്കേണ്ട കാര്യം. ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇല്ലെന്നുള്ള കാര്യം ഇറാൻ്റെ പ്രസിഡന്റിന് അറിയാം, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കറിയാം, അമേരിക്കയ്ക്കറിയാം. അതുകൊണ്ടാണ് ഇവരുമായിട്ട് ബന്ധമുള്ള ഈ ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അതിന് തൊട്ട് മുമ്പ് അവരുടെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ശേഷി, അവർക്ക് ആ ഇൻ്റലിജൻസ് സംവിധാനം വളരെ വളരെ മോശമാണ്, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹമാസിൻ്റെ നേതാവിനെ ഇറാനിൽ വെച്ച് തന്നെ 2 ആഴ്ച മുമ്പേ ആ ഹോട്ടലിൽ ബോംബ് വെച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മൾ സമ്പൂർണ്ണ പരാജയമാണ്, നമ്മൾ തോൽവിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പറ്റത്തില്ല. ഞാനീ പറഞ്ഞില്ലേ, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പറ്റും. അപ്പോഴാണ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്. ദൈവത്തെ കൂട്ടുപിടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം താമസിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? യുദ്ധം താമസിക്കുന്നതിൻ്റെ കാര്യം തന്നെ യുദ്ധം ചെയ്യുന്നതിന് അവരാഗ്രഹിക്കുന്ന ആൾക്കാരുടെ പിന്തുണ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധം, നമ്മളെപ്പോഴും യുദ്ധം നോക്കിയിരിക്കുക. യുദ്ധം സംഘർഷഭരിതമായിട്ട് പ്രസ്താവനകൾ നടത്തി നിൽക്കുന്നതല്ല, യുദ്ധം തുടങ്ങിയിട്ടില്ലല്ലോ. ഒന്നെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കം നടത്തുന്നതിന് വേണ്ടിയായിരിക്കും. ഇസ്രായേൽ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും യുദ്ധം ചെയ്യാം. ഇസ്രായേൽ വളരെ കർക്കശമായിട്ട് ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു ഹമാസിൻ്റെ ഏതാണ്ട് 40 കേന്ദ്രങ്ങളിൽ രാത്രി അടിച്ചിട്ടുണ്ട്. ഹമാസിനെ അടിച്ച് നിലംപരിശാക്കിയേക്കാണ്. കാരണം ബാക്കിയുള്ള ഈ പാലസ്തീൻ കുടിയേറ്റക്കാരെ ഗ്രൗണ്ടിലേക്ക് മാറ്റി ഉള്ള വീടുകളിൽ നിന്നെല്ലാം ഒഴിപ്പിച്ച് അതേ രീതിയിലേക്ക് ഹമാസ് തീർത്തും യുദ്ധം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം അമേരിക്ക പറയുന്നത് ഹമാസിനെ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞല്ലോ ഇസ്രായേൽ, അപ്പോൾ ഇനി ആ യുദ്ധം നിർത്തിക്കൂടെ എന്നുള്ള രീതിയിൽ അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച വിളിച്ചു. പക്ഷേ ഹമാസ് ചെന്നിട്ടില്ല. ഹമാസ് അത് കഴിഞ്ഞ് മറ്റു ചിലരുമായിട്ട് ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഇറാൻ ഇപ്പം ഇറാൻ്റെ പരമാധികാരി എടുത്ത നിലപാടെന്ന് പറയുമ്പോൾ ആ നിലപാട് അനുസരിക്കേണ്ട ഒരു മതരാഷ്ട്രം എന്നുള്ള രീതിയിൽ ആ നിലപാട് അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം പോവുകയും ആ രാജ്യം യുദ്ധത്തിന് തയ്യാറാവുകയും ഒക്കെ ചെയ്താൽ അത് ഒരു വശം ഇസ്രായേലിന് കുറച്ച് യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നാശത്തിലേക്ക്, ആ രാജ്യം ഇല്ലായ്മയാവുന്നതിലേക്ക് പോകും. അതൊരു പക്ഷേ അമേരിക്കയ്ക്ക് സന്തോഷമാണ്. ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള, ഈ സഖ്യരാജ്യങ്ങളുമായിട്ടുള്ള, അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള, തുർക്കി പോലെയും ഖത്തർ പോലെയും സൗദി അറേബ്യ പോലെയുമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് കോട്ടം സംഭവിക്കുമോ എന്ന് ഒരാശങ്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധം ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി ഇടപെടുന്നത്. യുദ്ധം ഉണ്ടായാൽ ഇസ്രായേലിനെ പൂർണ്ണസജ്ജത്തിൽ സഹായിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ട് അമേരിക്ക ഇപ്പോഴേ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ള രീതിയിൽ ഇറാൻ നിൽക്കുകയാണ്. ദൈവത്തെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി എത്തരത്തിൽ ആകുമെന്നുള്ള കാര്യം നമുക്ക് അനുദിനം വീക്ഷിക്കാനേ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു പറച്ചിലനുസരിച്ച് ഇറാൻ യുദ്ധം ചെയ്തേ മതിയാകും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യണമെന്ന് പറയാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ നമ്മൾ യുദ്ധം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമുകളുടെ ലോക നേതാവായി മാറാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നടത്തുന്നതിൻ്റെ ഭാഗം ഞങ്ങളാണ് ഇസ്ലാം സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന രക്ഷകർ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇറാൻ നിൽക്കുന്നത്. കാരണം ആവശ്യമില്ലാതെ ഇപ്പോൾ ഇസ്രായേലിനെ ചെന്ന് ചൊറിയുന്നത് പോലും ആവശ്യമില്ലാതെയാണ് പലപ്പോഴും. ഇറാൻ അതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളാണ് രക്ഷകർ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അറബ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? മുസ്ലിങ്ങളുടെ ലോക നേതാവായി മാറാനുള്ള ശ്രമം ഇറാൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇറാൻ അത് അംഗീകരിച്ചു കൊടുക്കാൻ ബാക്കി രാജ്യങ്ങൾ തയ്യാറാവുന്ന അവസ്ഥയില്ല. കാരണം തുർക്കി ലോക മുസ്ലിങ്ങളുടെ നേതാവാൻ വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യവും എൻ്റെ തലവനും ഒക്കെയാണല്ലോ. പിന്നെ ഷിയ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആധിപത്യമുള്ള ഒരു രാജ്യമാണല്ലോ ഇറാൻ. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം സുന്നിയാണ്. ഇത് അവർ തമ്മിലുള്ള വിഷയം വരുമ്പം ആഭ്യന്തര വിഷയമായിരുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ അമേരിക്ക പോലെയും മറ്റ് മതക്കാരുമായിട്ടും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വിഷയം വരുമ്പോഴാണല്ലോ ഇവർ ചില കാര്യങ്ങൾക്ക് ഒന്നിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കരമായ പോരാട്ടവും അല്ലെങ്കിൽ ഭയങ്കരമായ ഈ പറയുന്ന കലാപങ്ങളും ഒക്കെ നമ്മളെന്നും കാണുന്നതാണ്. ഇപ്പം പാകിസ്ഥാനിലായാലും കൊള്ളാം, തുർക്കിയിലായാലും കൊള്ളാം, അല്ല ഇവരുടെ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഷിയ സുന്നി ആൾക്കാർ തമ്മിൽ ഒരു ഇതുമില്ലാതെ, കോംപ്രമൈസും ഇല്ലാതെ പരസ്പരം കൊന്നു കൊടുക്കുന്നതും ബോംബ് വയ്ക്കുന്നതും പള്ളികൾ ബോംബ് വയ്ക്കുന്നതും അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അപ്പം അതിനുള്ള സാധ്യതയില്ല. പക്ഷേ
ഇപ്പം ഇസ്രായേലുമായിട്ടാണ് യുദ്ധം എന്നുള്ളത് കൊണ്ട് ഈ ഒരു കൂട്ടായ്മ അറബി രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് അമേരിക്കയ്ക്ക് തലവേദനയായിക്കൊണ്ടിരിക്കുന്നത്.